എൻ്റെ പേര് സാജി ലക്ഷ്മൺ. ആർക്ലൈൻ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ തുടക്ക കാലഘട്ടം മുതൽ ഏകദേശം ഒരു 100 മേൽ പ്രോജക്റ്റുകൾ ഞാനുമായി ബന്ധപ്പെട്ട് കമ്പനി ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ഒരു രീതി അനുസരിച്ച് പൊതുവെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഫോളോ ചെയ്യാനാണ് ഞാൻ കൂടുതലും താല്പര്യപ്പെടുന്നത്. എന്നെ സമീപിച്ചിട്ടുള്ള കമ്പനിയുടെ നിർദ്ദേശങ്ങളിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ നല്ലൊരു ശതമാനവും വ്യത്യസ്തതയുള്ള ഒരു ആർക്കിടെക്ചർ മാസ്റ്റർ പീസുകൾ കൊണ്ടുവരണം. അത് നല്ല ഒരുപാട് പൈസ മുടക്കി ഒരു ക്ലയൻറ്റിന് ഒരു വലിയൊരു ബാധ്യതയാവുന്ന തരത്തിലുള്ള വലിയ വീടുകൾ ചെയ്ത് അങ്ങനെയല്ല, കുറച്ചുകൂടെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ എക്കാലവും ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങളുടെ പ്രോജക്റ്റുകൾക്കെല്ലാം വ്യത്യസ്തമായ രീതികളാണെങ്കിൽ പോലും നല്ല സ്വീകാര്യത കിട്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് ജറാം എന്നാണ്. ഞാനൊരു NRI ആണ്. ഞാൻ നീതു ജറാം. ഞാൻ ഒരു IT ഫേമിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളൊരു വീട് വയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടീമിനെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് മുന്നേ എൻ്റെ ട്വിൻ ബ്രദർ ഒരു വീട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു വർക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ വേറൊരാളെ സെർച്ച് ചെയ്യാണ്ട് തന്നെ ജോബ് ഡയറക്റ്റ് അവരെ ആ കോൺട്രാക്റ്റ് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അഡീഷണലി ആർക്ലൈൻ നമുക്ക് ഒരു സൈറ്റ് എഞ്ചിനീയറായിട്ട് ഒരാളെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് അത് അവരുടെ ഒരു നോർമൽ പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഒരു സൈറ്റ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. പിന്നെ വർക്ക് അവരൊരു ഷെഡ്യൂൾ മുന്നേ തന്നിട്ടുണ്ടായിരുന്നു. ആ ഷെഡ്യൂൾ ഫോളോ ചെയ്ത് അവരെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇവിടെ ഞാനോ വൈഫോ ആരും തന്നെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് എന്താണോ എഗ്രീഡ് അത് അങ്ങനെ തന്നെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ ഞങ്ങളുടെ നെയ്ബേഴ്സ് തന്നെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. നിങ്ങളാരും വന്ന് നോക്കിയിട്ടില്ലെങ്കിലും ഈവൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ സ്ട്രക്ചറിൻ്റെ ഒരു നീറ്റ്നെസ് കണ്ടിട്ട് നെയ്ബേഴ്സ് തന്നെ ആരാണ് കോൺട്രാക്ടർ ആർക്ലൈൻ ആണെന്ന് ഞാൻ അവരുടെ അടുത്തെല്ലാം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വൈഫിൻ്റെ അനിയത്തിക്ക് ഓൾറെഡി ഒരു വീട് ഇതിൻ്റെ ബ്രദറിൻ്റെ കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. എൻ്റെ വീട് ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും എക്സ്പീരിയൻസ് വെച്ചിട്ട് വൈഫിൻ്റെ അനിയത്തിയും ഓൾറെഡി ഒരെണ്ണം അവരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വീട് ചെയ്തത്. അതിൻ്റെ കംപ്ലീഷനും ഓൾറെഡി ആയി. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ നമുക്ക് ക്ലിയറായിട്ട് ഒരു ഡെയിലി ബേസിസിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഡെയിലി ബേസിസിൽ അവരൊരു അപ്ഡേറ്റ് തരുന്നുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു കോൺട്രാക്ച്വലി ഒരു ചേഞ്ച് ആണെങ്കിലും അല്ലെങ്കിൽ ഡിസൈനിൽ എന്തെങ്കിലും ചേഞ്ച് ആണെങ്കിലും ഈവൻ ചെറിയൊരു മെറ്റീരിയലിൻ്റെ ചേഞ്ച് ആണെങ്കിൽ തന്നെ അവർ നമ്മളെടുത്തൊരു പ്രയർ നോട്ടിഫിക്കേഷൻ എടുത്ത് കൺഫർമേഷൻ എടുത്തിട്ട് അത് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഞങ്ങളുടെ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്ത് അവർ കമ്മിറ്റഡ് ടൈം ഫ്രെയിമിൽ ഞങ്ങൾക്ക് വീട് കംപ്ലീറ്റ് ചെയ്ത് തന്നു. വി ആർ സോ താങ്ക്ഫുൾ ടു ദ ആർക്ലൈൻ ടീം. ജറാം അദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ ഒരു സ്വപ്നമായിട്ട് നമ്മളെ സമീപിക്കുന്ന സമയത്ത് 1-2 നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ഒന്ന്, ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടായിരിക്കും, എന്നാൽ പ്ലാനിങ്ങിലോ അതിൻ്റെ യൂട്ടിലിറ്റിയിലോ എക്സ്റ്റീരിയർ ആസ്പെക്റ്റിലോ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. അദ്ദേഹം ബേസിക്കലി സൗദിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ തുടക്കകാലത്ത് അദ്ദേഹം സ്ഥിരമായി നാട്ടിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടൊരു വലിയ ഫണ്ടിങ് ഇതിനു വേണ്ടി മാറ്റേണ്ട കാര്യമില്ല എന്നുള്ള ഒരു നിർദ്ദേശം പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രോജക്റ്റ് ഈ സ്ഥലം വന്ന് കാണുകയും സ്ഥലവും കുറച്ച് ഇടുങ്ങിയ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ആർക്ലൈൻ പ്രോപ്പർട്ടീസ് അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ സമീപിക്കുന്ന സമയത്ത് അവരെന്നോട് മുന്നോട്ട് വെച്ച 1-2 ആവശ്യങ്ങളെന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രോജക്റ്റുകളിൽ ഒന്നും നമ്മൾ ഫോളോ ചെയ്യാത്ത എന്നാൽ ഈ ഒരു പ്രത്യേക മേഖലയ്ക്ക് എല്ലാ രീതിയിലും അനുയോജ്യമാവുന്ന തരത്തിലുള്ള ഡിസൈൻ വേണം എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജറാമിന് അടുത്ത മീറ്റിങ്ങിൽ നമ്മളൊരു പ്ലാൻ സമർപ്പിക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് ഏകദേശം അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റുമായി ഒത്തുപോകത്തക്ക രീതിയിലുള്ള ഒരു പ്രപ്പോസലായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. എക്സ്റ്റീരിയറിൽ ഒരു യുണീക്ക് ആസ്പെക്റ്റാണ് ഇതിൻ്റെ പ്രോപ്പർ ലൈറ്റ്, വെന്റിലേഷൻ, ഇതിന് ലാൻഡ്സ്കേപ്പുമായിട്ടുള്ള കണക്ടിവിറ്റി. അപ്പം ഡൈനിങ്ങിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തിറങ്ങിയിരിക്കാൻ ഒരു പാഷ്യോ ഏരിയ വേണമെന്ന് പറഞ്ഞു. അതുകൂടാതെ ഒരു നാച്ചുറൽ ലൈറ്റ്, ഒരുപാട് ഇൻറ്റീരിയർ ലൂമിനേഷൻ ഇല്ലാതെ കളർഫുൾ ആകാതെ എല്ലാ ഭാഗങ്ങളിലും ഒരു മെച്ചുറായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ തീം. അതുപോലെ സൗകര്യങ്ങൾ, ഫർണിച്ചർ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആണെങ്കിലും ഇതിനകത്തുള്ള ഒരു കോളം ഫ്രീ സ്ട്രക്ചറായിട്ടാണെങ്കിലും ആ ഭാഗങ്ങളിലെല്ലാം ഒരു ശക്തമായ നിർദ്ദേശം ക്ലയൻറ്റിനുണ്ടായിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു വന്നിട്ട് ഇത് ആർക്ലൈനുമായി സംസാരിക്കുമ്പോൾ അവർ വീണ്ടും ഇതിനെ പലതവണ ഇമ്പ്രൂവൈസ് ചെയ്തു. അങ്ങനെ നിരവധി തവണ എൻ്റെയും ആർക്ലൈൻ്റെയും ഒരു കൂട്ടായ പരിശ്രമത്തിലാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ അതിനെടുത്ത ഒരു എഫർട്ടുണ്ട്.
ആ എഫർട്ടുകളിൽ ഓരോ പ്രോജക്റ്റുകൾ കഴിയുമ്പോഴും എനിക്കും അവർക്കും സംതൃപ്തി തരുന്ന തരത്തിലേക്ക് പ്രധാനമായിട്ടും ഞങ്ങൾക്ക് സംതൃപ്തിയേക്കാൾ ഇത് ഞങ്ങളെ ഏൽപ്പിച്ച ക്ലയൻറ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം നിറഞ്ഞ മുഖം കണ്ടിട്ടാണ് ഞങ്ങൾ ഓരോ പ്രോജക്റ്റിൽ നിന്നും പടിയിറങ്ങുന്നത്.